ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തു. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനിടെ രാവിലെ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ ജോർജിന്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് തള്ളി. 6 മണിവരെ ചോദ്യം ചെയ്യാൻ പി.സി. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. വൈദ്യപരിശോധനയിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജോർജിനെ വിദഗ്ധ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് യു ഷൈജു ചേരുന്നു. ഷൈജു, ഇത്രയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നമുണ്ടോ പി.സി. ജോർജിന്? പ്രബോധ്, അതായത് പി.സി. ജോർജിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് നേരത്തെ തന്നെ കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ അറിയിച്ച് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനുശേഷം പോലീസിനെ വെട്ടിച്ച് ഇന്ന് കീഴടങ്ങിയതിനു ശേഷം പല സന്ദർഭത്തിൽ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ആദ്യം ഈരാറ്റുപേട്ടയിലെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ പരിശോധിച്ചു. അതിനുശേഷം ചോദ്യം ചെയ്യലായിരുന്നു ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അതിനുശേഷം പാല ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചതിനു ശേഷം പാലയിലെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് രക്തസമ്മർദ്ദവും പ്രമേഹവും അധികമായി കണ്ടിരുന്നു. അതുകൊണ്ട് ECG എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. ECG എടുക്കുമ്പോൾ അതിൽ നേരിയ വ്യത്യാസം അനുഭവപ്പെട്ടു. ഈ റിപ്പോർട്ടുമായി 6 മണിയോടുകൂടി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തുകയായിരുന്നു. കോടതി കഴിഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മജിസ്ട്രേറ്റ് ഇത് പരിഗണിച്ചിട്ടാണ് പറഞ്ഞത് ഹൃദ്രോഗ വിഭാഗത്തിൽ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിൽ വിദഗ്ധ പരിശോധന നടത്തണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ച്, അതുകൊണ്ട് പാലാ സബ് ജയിലിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ട പരിഗണന ഈ ആരോഗ്യപരമായി ലഭ്യമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ റിപ്പോർട്ട് വരട്ടെ, ഈ റിപ്പോർട്ട് അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനാ ഫലം വന്നതിന് ശേഷം തീരുമാനിക്കാം. അങ്ങനെയെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാർക്കുള്ള പ്രത്യേക സെല്ലുണ്ട്, ആ സെല്ലിലേക്ക് മാറ്റണമോ എന്ന കാര്യം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും സംഭവിക്കുക. ഏതായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് എന്നത് ഫലമായി മാറിയിരിക്കുന്നു എന്നതാണ്. കാരണം പാലാ സബ് ജയിലിൽ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാർക്കുള്ള പ്രത്യേക സെല്ലിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പി.സി. ജോർജ് ഇന്നു മുതൽ 14 ദിവസത്തേക്ക് ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെ പ്രബോധ് സൂചിപ്പിച്ചതുപോലെ പലതരത്തിലെ നാടകീയതയാണ് ഇന്ന് ഉണ്ടായത്. കാരണം 11 മണിവരെയും പോലീസ് സ്റ്റേഷനിലും അദ്ദേഹത്തിന്റെ വീട്ടിലും തമ്പടിച്ച് നിന്ന പോലീസുകാരെ കണ്ണുവെട്ടിച്ചായിരുന്നു ഇന്ന് അദ്ദേഹം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തുന്നത്. അവിടെ പോലീസിന് സംഭവിച്ച വീഴ്ചയടക്കം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കാരണം കസ്റ്റഡി അപേക്ഷ അതിന്റെ പ്രോപ്പറായ രീതിയിൽ നൽകിയില്ല എന്നൊരാക്ഷേപം മജിസ്ട്രേറ്റ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്ന നിലവരെ എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ കേസിന്റെ മെറിറ്റ് പരിഗണിച്ച മജിസ്ട്രേറ്റ് ആവട്ടെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് അടിക്കടി പറയുമ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന നിലയിൽ വിദഗ്ധ പരിശോധനാ ഫലം വരട്ടെ, അതിനുശേഷം ജയിൽ ഏത് എന്ന് തീരുമാനിക്കാം എന്നിടത്താണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് പോലീസ് മജിസ്ട്രേറ്റിനെ അറിയിക്കുന്നതനുസരിച്ച് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഏത് ജയിലായിരിക്കും പി.സി. ജോർജിന് ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയുക എന്ന കാര്യം അറിയാൻ കഴിയും. യു ഷൈജു ആണ്